അടുത്ത വർഷം അതിന് നമുക്ക് എന്താക്കാം, മാറ്റവും പരിഹാരവും ഒക്കെ ഉണ്ടാക്കാന്നുള്ള ഉറപ്പ് മന്ത്രി നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു സംഘടനകളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കാം. പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട്, നിയമങ്ങളുടെ ഭേദഗതിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെൻറ്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇല്ല, അങ്ങനെയൊന്നും ഉറപ്പുറത്തിട്ടില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. ഇതിലിപ്പോൾ അങ്ങനെ അവരെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. 15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അതിലൊന്നും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായി നടന്ന ചർച്ചയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സമസ്ത മുഷാവറ അംഗം മുക്കം ഉമർ ഫൈസിയാണ് ആ ചർച്ചയിൽ സംബന്ധിച്ചത്. ചർച്ച കഴിഞ്ഞതിന് ശേഷം മുക്കം ഉമർ ഫൈസി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, ഈ അക്കാഡമിക് ഇയറിൽ ഈ സമയമാറ്റം തുടരുകയും അടുത്ത അധ്യയന വർഷത്തിൽ പുനഃപരിശോധന നടത്തുമെന്ന് മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് എന്നുള്ളതാണ് മുക്കം ഉമർ ഫൈസി വ്യക്തമാക്കിയത്. അതിനുശേഷം മാധ്യമപ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയോട് ചോദിച്ചു, അടുത്ത വർഷം സമയ പുനഃക്രമീകരണം പുനഃപരിശോധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ശിവൻകുട്ടി പറഞ്ഞത്. ഇവിടെ ആരാണ് കളവ് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറയിലുള്ള ആദരണീയനായിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരുടെയും മുഖത്ത് നോക്കി നിങ്ങളെല്ലാവരും കള്ളന്മാരാണ് എന്ന് പറഞ്ഞ മുക്കം ഉമർ ഫൈസിയാണോ ഇപ്പോൾ കളവ് പറഞ്ഞത്, അതല്ല വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണോ കളവ് പറഞ്ഞത് എന്ന് നമ്മൾ വളരെ വ്യക്തമായി ആലോചിക്കേണ്ടതുണ്ട്. അന്ന് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, നമുക്ക് ആത്മീയതയുടെ പാത വെട്ടിത്തെളിച്ചു തരുന്ന കേരളത്തിൻ്റെ ആത്മീയ തേജസ്സുകളെ മുഴുവനായും കള്ളന്മാർ എന്ന് അഭിസംബോധന ചെയ്ത മുക്കം ഉമർ ഫൈസി ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിനു മുമ്പും ചെയ്തു തീർത്തിട്ടുള്ളത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് നടന്ന ചർച്ചയിൽ ഞങ്ങൾ സംതൃപ്തരാണ് എന്നും വിദ്യാഭ്യാസം കൊണ്ട് ഞങ്ങളെല്ലാം നേടിയെടുത്തു എന്നുള്ള ആ ഒരു കള്ളപ്രചരണം പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തതാണ് മുക്കം ഉമർ ഫൈസി ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെയെല്ലാം ഞങ്ങൾ സ്വന്തമായി നേടും, ഞങ്ങൾ തന്നെ മന്ത്രിതലത്തിൽ ചർച്ച നടത്തും, ഞങ്ങൾ തന്നെ അവകാശങ്ങൾ നേടിയെടുക്കും എന്നൊക്കെ നാഴികക്ക് 40 വട്ടം പറഞ്ഞ വ്യക്തിയാണ് മുക്കം ഉമർ ഫൈസിയും അതോടൊപ്പം തന്നെ ചില ഷജറ വിഭാഗങ്ങളുമൊക്കെ. ഇന്ന് നടന്ന ചർച്ചയിൽ ഇളിഭ്യരായി തിരിച്ചു വരുന്ന സമയത്ത് പച്ച നുണകൾ പ്രചരിപ്പിച്ച് ഞങ്ങൾ സംതൃപ്തരാണ് എന്ന് വരുത്തി തീർത്ത് ഒരു പച്ച നുണ മാത്രമായിട്ടാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ മുക്കം ഉമർ ഫൈസി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.